അധ്യായം 2. ഘോരമായി ദേവാസുര യുദ്ധമുണ്ടായി മുന്നം 100 വത്സരം കാലമന്നാസുരന്മാർക്കെല്ലാം. രാജാവു മഹിഷൻ ദേവകൾക്കു പുരന്തരൻ നാജിയിൽ തോറ്റാരെന്നു ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനതു കാലം വൃന്ദാരകന്മാർ ചെന്നു വന്ദിച്ചു വിരിഞ്ചനെ. ദാതാവു തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്നു ഭൂദേശ നാരായണന്മാരെയും വണങ്ങിനാർ. ഒന്നൊഴിയാതെ മഹിഷാസുര വിചേഷ്ടിതം വന്നൊരു ദുഃഖത്തോടുമെപ്പേരുമുണർത്തിച്ചാർ. ഇന്ദ്രാഗ്നിയമവരുണാനില സൂര്യാദീനാം മന്ദിരങ്ങളും അധികാരവും അടക്കിനാൻ. സ്വർഗവും ഉപേക്ഷിച്ചു മർത്യരായവനിയിൽ ദുഃഖിച്ചു നടക്കുന്നു ഞങ്ങളെന്താവതയ്യോ. ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാനുപായമെന്തിരിനെ ചിന്തിക്കേണം. ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രുദ്ധന്മാരായി മഹാദേവനും മുകുന്ദനും. അന്നേരം അവരുടെ വക്ത്രപത്മത്തിങ്കൽ നിന്നൊന്നിച്ചു പുറപ്പെട്ടു ഘോരമാം തേജസ്സപ്പോൾ. അംബോജോത്ഭവനുടെ വക്ത്രങ്ങൾ തോറും നിന്നു സംഭവിച്ചിതു മഹാതേജോ രാശിയുമപ്പോൾ. മറ്റുള്ള വിബുധന്മാർ തന്നെ കോപം കൊണ്ടു തെറ്റെന്നു പുറപ്പെട്ടു ദീപിച്ച തേജോമയം. സർവദേവതാ ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ്സൊന്നിച്ചു കൂടിയപ്പോൾ ഉർവിയും ആകാശവും നിറഞ്ഞു പരന്നൊരു പർവ്വതമെന്ന പോലെ തേജസാം കൂട്ടമപ്പോൾ. അപൂർവാഗ്നി തന്നെക്കാളും ഘോരമായി ജ്വലിച്ചിതു സർവതോ വ്യാപ്തമായ കൽപ്പാന്തവന്യ പോലെ. സർവദേവന്മാരുടെ തേജസ്സും ഒന്നായി ചേർന്നു സർവലോകവ്യാപ്തമായി കാണായി ദേവന്മാർക്കും. അപൂർവാഗ്നിജ്വാലാമാലയോടും ഉജ്ജ്വലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽക്കുന്നത് പോലെ കണ്ടാർ. നാരീവേഷവും പൂണ്ടു നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സോടും കാണായല്ലോ. ശങ്കര തേജസ്സിനാലുണ്ടായി മുഖാംബുജം പങ്കജേഷണനുടെ തേജസാ ബാഹുക്കളും. ബ്രഹ്മാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും. കാമ്യമാം നിതംബവും ഭൂമിതൻ തേജസ്സിനാൽ സൗമ്യ തേജസാ പുനരുണ്ടായി തലകളും. യാമ്യ തേജസാ കേശഭാരവും ഉണ്ടായി വന്നു ചാരുമദ്യവും പുനരൈന്ദ്രമാം തേജസ്സിനാൽ. വാരുണ തേജസ്സിനാൽ ജംഘങ്ങളൊരുക്കുകളും. കൈവിരലുകളെല്ലാം ആദിത്യ തേജസ്സിനാൽ കാൽവിരലുകളെല്ലാം വസുക്കൾ തേജസ്സിനാൽ. കൗബേര തേജസ്സിനാൽ നാസികയുണ്ടായി വന്നു. പാവക തേജസ്സിനാലുണ്ടായി നേത്രത്രയം. ദന്തങ്ങളെല്ലാം പ്രജാപത്യമാം തേജസ്സിനാൽ സന്ധ്യകൾ തേജസ്സിനാൽ ഭ്രൂക്കളുമുണ്ടായി വന്നു. മാരുത തേജസ്സിനാൽ ശ്രവണങ്ങളുമുണ്ടായി. ചാരുത ചേർന്ന രൂപം പൂർണമായി കാണായി വന്നു. ദേവകളെല്ലാം തങ്ങൾക്കുള്ള ആയുധങ്ങൾ ദേവിക്കു കൊടുത്തിതു യുദ്ധത്തിനതു കാലം. ശങ്കരൻ ശൂലം നൽകി പങ്കജേഷണൻ ചക്രം. ശംഖത്തെ വരുണനും ശക്തിയെ ദഹനനും. മാരുതൻ ചാപബാണ പൂർണമാമിക്ഷുതിയും. ഘോരമാം വജ്രമിന്ദ്രൻ കാലദണ്ഡത്തെ യമൻ. ആരവം ചേരും മണി നൽകിനാൻ ഐരാവതം. വാരിധി പാശത്തെയും നൽകിനാനതു കാലം. അക്ഷമാലയെ കൊടുത്തിടിനാൻ പ്രജാപതി. പുഷ്കരാസൻ കമണ്ഡലവും നൽകിയിടിനാൻ. രോമകൂപേഷു സൂര്യൻ രശ്മികൾ നൽകിയിടിനാൻ. ഭീമനാം കാലൻ ഗഡ്ഗചർമ്മങ്ങൾ നൽകിയിടിനാൻ. ക്ഷീരവാരിധി വസ്ത്രമുത്തരീയവും നൽകി ഹാരവും വിശേഷിച്ചു കൊടുത്തു മനോഹരം. ചൂടാരത്നവും അർദ്ധചന്ദ്രകുണ്ടലങ്ങളും ഹാടക കടകക്കേയൂര നൂപുരങ്ങളും. അങ്കദഗ്രൈവേയകമലരത്നാഞ്ചിതമങ്കുലീയങ്ങളും നൽകിനാൻ വിശ്വകർമ്മ. ശത്രുസംഹാരക്ഷമം പരശു നൽകിടിനാൻ. അസ്ത്രങ്ങളഭേദ്യമാം സ്യന്ധനമിവയെല്ലാം. അംബ്ലാനാംബുജമാല്യം അംബുജകുസുമവും മമ്പുതി നൽകിയിടിനാൻ അംബികയ്ക്കതു നേരം. ഹിമവാൻ നൽകിയിടിനാൻ വാഹനത്തിനു സിംഹം. വിമലരത്നങ്ങളും അമിതം നൽകിയിടിനാൻ. മദ്യസമ്പൂർണമായ പാനപാത്രവും നൽകി. വിത്തേശൻ വിശേഷിച്ചും സമ്പൂർണ നിധികളും.
ശേഷനാം നാഗേശ്വരൻ നിർമ്മലമണിഗണ ഭൂഷിതമായുള്ളൊരു നാഗഹാരവും നൽകി. അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാൽ അന്യൂനാദരം ബഹുമാനിതിയായ ദേവി സത്വരമുച്ചൈസ്തരമട്ടഹാസവും ചെയ്തു. വിദ്രുതം നഭസ്ഥലം പൊട്ടുമാറതു നേരം സപ്തവാരിധികളും സപ്തപർവ്വതങ്ങളും സപ്തദ്വീപുകളോടുമിളകി ഭൂമണ്ഡലം. നിർജ്ജരന്മാരും ദേവി ഗർജനം കേട്ട നേരം വിജ്വരന്മാരായി സ്തുതിച്ചിടിനാർ മുനികളും. ഘോരനാദത്താൽ വിശ്വമിളകി കണ്ട നേരം ശൂരന്മാരാകും അമരാദികളെല്ലാവരും സന്നദ്ധന്മാരായി പരമായുധങ്ങളുമെടുത്ത ഔന്നത്യമേറും സൈന്യത്തോടും ഉത്ഥാനം ചെയ്താർ. എന്തൊരു ഘോഷം കേട്ടതെന്നോർത്തു മഹിഷനും ബന്ധുക്കളോടും ക്രോധത്തോടും ചെന്നതു നേരം ത്രൈലോക്യം നിറഞ്ഞൊരു തേജസാ ദേവി രൂപമാലോക്യ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. പാതകാതേന താണിടുന്ന ഭൂചക്രത്തോടും മേതുരു കിരീടം ചെന്നൊരുമുമ ഭ്രമത്തോടും ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും ചാപജ്യാനാഥം കൊണ്ടു മുഴങ്ങും വിശ്വത്തോടും ശോഭിച്ചു കാണായി വന്നു ദേവിയെ അതു നേരം. കോപിച്ചു യുദ്ധം തുടങ്ങിയിടിനാരസുരരും ശാസ്ത്രാസ്ത്രവൃഷ്ടി കൊണ്ടു ദീപിച്ചു ദിഗന്ധരം. വിത്രസ്തന്മാരായി വന്നു ലോകവാസികളെല്ലാം. മഹിഷാസുരസേനാപതി ചിഷുരനപ്പോൾ സഹസാ ചെന്നിടിനാൻ ചാമരനോടും കൂടി. സംഖ്യയില്ലാതെ ചതുരംഗവാഹിനിയോടും ഹുങ്കാരത്തോടും ചെന്നു സമരം തുടങ്ങിനാൻ. മതത്തോടറുപതിനായിരം തേരോടും ചെന്നുദഗ്രനായ ദൈത്യനടുത്തു യുദ്ധത്തിനായി. മഹദ്വേഷികൾ വീരനാകിയ മഹാഹനു സഹസ്രായുധരഥത്തോടും ചെന്നെതിരിട്ടാൻ. 50 നീയുതമായി ഇടിനരഥത്തോടും വൻപന മനസ്സിലോ മാവടുത്താനതു നേരം. 600 യുധം തേരോടും ബാഷ്കളവീരൻ തുരകശതസഹസ്രങ്ങളോടതു നേരം. ഉഗ്രദർശനൻ താനുമടുത്തു യുദ്ധം ചെയ്താൻ. ഉഗ്രനാം വിലാളനം തേരൊരു കോടിയോടും 500,000 തേരോടും ചെന്നിതിരിട്ടാൻ. അഞ്ചാതെ മഹാദേവി തന്നോടു ഭയഹീനം. ഹയനാഗേന്ദ്രരഥ പങ്ക്തികളുണ്ട് പുനരയുധം കോടി കോടി സഹസ്രങ്ങൾ. മഹിഷാസുരവീരനമിത ബലത്തോടും മഹിഷാന്തകിയോടും സമരം തുടങ്ങിനാൻ. ഗഡ്ഗ പട്ടസപാണ പരശുശക്തികളും മുൾഘര ബിണ്ടിപാല തോമരപാശങ്ങളും പരികമുസുലങ്ങൾ കുശകുന്തങ്ങളാദി ശരങ്ങൾ കൊണ്ടും തൂകിത്തുടങ്ങി മഹാരണേ. ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ചങ്ങുടനുടൻ ദേവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിനാൾ. ദേവതാപസഗന്ധർവാദികളതു നേരം ദേവിയെ സ്തുതിച്ചു സന്തോഷിപ്പിച്ചു മരുവിനാർ. ദേവിതൻ വാഹനമാം കേസരി വീരനപ്പോൾ ദേവാരി സൈന്യമധ്യം പൊക്കു സഞ്ചരിക്കുന്നു. കാനനമധ്യേ വന്യ സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം രോഷത്തോടെ. യുദ്ധം ചെയ്യുമ്പോൾ ദേവി നിശ്വാസങ്ങളിൽ നിന്നു സദ്യ സംഭവിച്ചതു ഗണകള സംഖ്യമായി. പരശുഭിണ്ടിപാല പട്ടസാദികളാലെ സുരവൈരികൾ തന്നെ അവരുമൊടുക്കിനാർ. മൃദംഗ പടഹ ശങ്കാദിവാദ്യങ്ങളെല്ലാം മതം പൂണ്ടേറ്റം പ്രയോഗിച്ചിത് യുദ്ധോത്സവേ. ശൂലഗഡ്ഗാസ്ത്ര ശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർക്കയക്കുന്നു ദേവാരികളെയെല്ലാം. ഘോരമാങ്കണ്ഠനാഥം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തെരുതെരെ പാരിൽ വീണുഴലുന്നു. പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു. രോഷത്താൽ ഗഡ്ഗം കൊണ്ടു ചിലരെ ഗണ്ഡിക്കുന്നു. മുസലമേറ്റം രക്തം ഛർദിച്ചിടുന്നു ചിലർ. ഗതയേറ്റുടൻ ചിലർ പിടഞ്ഞു വീണിടുന്നു. വർഷസി ശൂലമേറ്റു ഭേദിച്ചിടുന്നു ചിലർ. തൽക്ഷണേ ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം. ബാഹുക്കളറ്റും കഴുത്തറ്റും ജങ്കകളറ്റും ദേഹത്തിൻ നടുവറ്റുമൊത്തമാംഗങ്ങളറ്റും
ഏകബാഹ്യക്ഷിശൂന്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു, വീണു ഭൂതലം നിറയുന്നു. കബന്ധങ്ങളും പുനരുത്ഥാനം ചെയ്തു ശീഘ്രം നിബന്ധമടുക്കുന്നു, നൃത്തം വയ്ക്കുന്നു ചിലർ. നില്ലു നില്ലെന്നു പറഞ്ഞടുത്തു മഹാദേവി, കൊല്ലുന്നു മഹാസുരഗജവാജികളെയും. കുണഭകങ്ങളെ കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുധിര നദികളും. ഓരോരോ വഴിയെ പോയി വേഗത്തിലൊഴുകുന്നു, നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ടാടുന്നു. ഘോരതാവാഗ്നിവനം ദഹിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദൈത്യന്മാർ ദഹിക്കുന്നു. ദേവിതൻ ഗണങ്ങളും വേഗേന യുദ്ധം ചെയ്തു ദേവവൈരികളെ കൊന്നാവോളമൊടുക്കുന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു. ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു. 2-ാം അധ്യായത്തിലെ കഥകളേവം ചൊന്നേൻ, കുണ്ഠിതം കൂടാതെ ഞാൻ ചൊല്ലുവനിനി നിശേഷം. അധ്യായം 3. ശക്രവരികളായോരസുരപ്പടയെല്ലാം മിക്കതുമൊടുങ്ങിയ നേരത്തു കോപത്തോടെ ചിക്ഷുരനായ സേനനായകനടുത്തിതു. തൽക്ഷണം മഹാദേവി തന്നോടു യുദ്ധം ചെയ്വാൻ മേരുമൂർധനീകനം പാനീയം ചെയ്യും പോലെ ഘോരബാണങ്ങൾ വർഷിച്ചിടിനാൻ രഘുതരം. ശീതാംശൂതയെ സിന്ധുതരംഗങ്ങളെയെല്ലാം മേതുരമായ മട്ടിൽ തടുത്തു നിർത്തും വണ്ണം ദേവിയും അവയെല്ലാം മുറിച്ചു കളഞ്ഞുടൻ ആവോളം വേഗത്തോടെ തുരകങ്ങളെ കൊന്നു. സാരഥിയെയും കൊന്നു ചാപവും മുറിച്ചിതു, സാരമാം ധ്വജത്തെയും ഛേദിച്ചു കളഞ്ഞപ്പോൾ ഗഡ്ഗചർമ്മങ്ങൾ ധരിച്ചെടുത്താനതു നേരം വിക്രമത്തോടും സിംഹമൂർധിനി വെട്ടിവേകാൽ അമ്പ തന്നിടത്തെ കൈ തന്മേൽ വെട്ടിയ നേരം നിർമ്മലമായ ഗഡ്ഗം മുറിഞ്ഞു തെറിച്ചിതു. ശൂലത്തെ പ്രയോഗിച്ചാൻ ഭദ്രകാളിയും നിജ ശൂലത്താൽ നുറുക്കിയിടിനാനതിനെയും. പിന്നെയും ശൂലമേറ്റു ഭിന്നഗാത്രനുമായി മന്നിടം തന്നിൽ വീണു മരിച്ചു ചിക്ഷുരനും. അന്നേരമാനക്കഴുത്തെറിച്ചാമരൻ വന്നാൻ, തന്നുടെ ശക്തി തന്നെ മോചിച്ചാൻ ദേവിമൈമേൽ. ഹുങ്കാരം കൊണ്ടു ശക്തി ഭൂമിയിൽ പതിപ്പിച്ച സങ്കടത്തോടും ശൂലം കൊണ്ടു ചാട്ടിനാനപ്പോൾ. ബാണങ്ങളാലേ ഇതു ഛേദിച്ചു മഹാദേവി, കാണാനിപ്പോൾ ഗജപുങ്കവ കുംഭാന്തരെ. വീണിതു ചാടി വേഗത്തോടു മാമൃഗാധിപൻ, പാണിയുദ്ധേന പോർ ചെയ്തിടിനാർ പരസ്പരം. ചാമരൻ താനും മഹാസിംഹവും കൂടി തമ്മിൽ ഭൂമിയിൽ ചാടി പിണങ്ങിയിടിനാരല്ലോ. പിന്നെ ബാഹുപ്രഹരേണ കേസരി വീരനപ്പോൾ ആകവേ ചാമരത്താനെ കൊന്നു വീഴ്ത്തിനാനല്ലോ. തൽക്ഷണേ യോദ്ധുമടുത്താനുദഗ്രനും വേഗാൽ വൃക്ഷശൈലാദികൾ കൊണ്ടവൻ തന്നെയും കൊന്നു. നിന്നിതു ദേവിയുടെ ഗണങ്ങൾ കരാളനും വന്നു കോപത്തോടടുത്താനവനെയും അവർ. കുന്നിതു മുഷ്ടിദന്ത നഖങ്ങളാലേഖണം ക്രുദ്ധയാം ദേവി ഗത കൊണ്ടതു നേരം വന്നോരുദ്ധതൻ തന്നെയും നിഗ്രഹിച്ചിടിനാൾ ശീഘ്രം. ബാഷ്കളനെയും ബിണ്ടിപാലം കൊണ്ടതു നേരം പോർക്കളം തന്നിൽ കൊന്നു വീഴ്ത്തിനാൾ മഹാദേവി. ബാണങ്ങൾ കൊണ്ടു താമ്രൻ തന്നെ സത്വരം കൊന്നു, ക്ഷോണിയിൽ വീഴ്ത്തിനാൾ അന്തകനെയും വേഗാൽ. ഉഗ്രാസ്യനെയും മഹാകനു തന്നെയുമുടനുഗ്രവീരൻ തന്നെയും കൊന്നിതു ശരങ്ങളാൽ. പിന്നെ ത്രിനേത്രന്മാരെ ത്രിശൂലം കൊണ്ടുടൻ സന്നമാക്കിനാളല്ലോ ദേവിയും ക്ഷണം കൊണ്ട്. വാളാലെ വീലാളൻ തന്നുത്തമാംഗം ഛേദിച്ചു മേളമോടൂഴിയിലിട്ടുരുട്ടിയിടിനാളല്ലോ. ദുർധരൻ തന്നെയും ദുർമുഖൻ തന്നെയും രണേ സത്വരം ബാണഗണം പൊഴിച്ചു കൊന്നിടിനാൾ. ഏവൻ വൻപടയും തൻപടനായകന്മാരും ദേവിയാൽ നഷ്ടമായതു നേരത്തു മഹിഷനും മാഹിഷവേഷം ധരിച്ചടുത്തിടിനാൻ. ദ്രുതമാവഹത്തിനു വന്നു കോപേന മഹാസുരൻ.
തുണ്ടപ്രഹരം കൊണ്ടു ദേവിതൻ ഗണങ്ങളെ ഖണ്ഡിച്ചു കളകയും ഘുരക്ഷേപണങ്ങളാൽ ചിലരെ ലാങ്കുലപാദങ്ങളാൽ മർദ്ദിക്കയും ചിലരെ നിശിത ശൃംഖങ്ങളാൽ ഭേദിക്കയും ചിലരെ മഹാനിനാദങ്ങളാൽ മോഹിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടു ധൂളിപ്പിച്ചും ചിലരെ നിശ്വാസവാദങ്ങളാൽ പതിപ്പിച്ചും പേടിപ്പിച്ചു ദേവിഗണത്തെയെല്ലാം അവൻ. ഓടിയെത്തിനാൻ മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായി ശൃംഗങ്ങൾ കൊണ്ടു ഗിരിശൃംഗങ്ങളെല്ലാം ഉടൻ ഭംഗമാക്കിയും പാരമലറിച്ചുരമാന്തി ക്രൂരമായുള്ള ഗുരക്ഷേപണം കൊണ്ടു തന്നെ പാരീടമെല്ലാം ഒക്കെ പിളർന്നു ചമയ്ക്കയും ചണ്ഡശൃംഗാഗ്ര വിപന്നങ്ങളാം ഘനങ്ങളെ ഖണ്ഡിച്ചുടൻ ഭൂമിയിൽ പതിപ്പിച്ചും ഇങ്ങനെ കോപിച്ച സുരേശ്വരനോടടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡികാദേവിതാനും പാശക്ഷേപണം കൊണ്ടു ബന്ധിച്ചാളവനെയും ആശുസിംഹാകൃതിയായി കഴിച്ചാൻ പാശത്തെയും. തൽക്കഴുത്തറുത്തപ്പോൾ കാണായി പുരുഷനായി ഖഡ്ഗവും ധരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി ബാണങ്ങൾ കൊണ്ടു മൂടി ഖഡ്ഗചർമ്മങ്ങളോടും കാണാതായപ്പോൾ ഒരു ഗജമായി മഹിഷനെ തൽക്ഷണേ പിടിച്ചിഴച്ചിടിനാൾ മൃഗേന്ദ്രനെ തൽക്കരം ഖഡ്ഗം കൊണ്ടു ഛേദിച്ചു മഹേശ്വരി. തൽക്കാലേ മഹീഷനായി ചമഞ്ഞാനാ സുരേന്ദ്രനൊന്നൊക്കെയൊന്നിളകീതു ലോകങ്ങൾ മൂന്നുമപ്പോൾ ക്രുദ്ധയാം ജഗന്മാതാവായ ചണ്ഡികാദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിനാൾ. ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചും പാനം ചെയ്തും മണ്ഡലാകാരം പൂണ്ടു ചുവന്നു നയനങ്ങൾ. അന്നേരം ബലവീര്യമതഗർവിതനായി നിന്നേറ്റമലറിയും മഹിഷൻ പാഷാണങ്ങൾ കൊണ്ടു ദേവിയെ പ്രക്ഷേപിച്ചു നിൽപ്പതും ദേവി കണ്ടു സായകങ്ങളാൽ ചൂർണമാക്കിനാൾ കായം. അട്ടഹാസവും ഇടിവെട്ടിയിടും വണ്ണമപ്പോൾ നിഷ്ഠുരതരം ദേവി ദുഷ്ടനോടരുൾ ചെയ്തു ഗർജനം ചെയ്തു കൊള്ളുക മൂടാ നീ കിഞ്ചിൽ കാലമിജ്ജനം മധുപാനം ചെയ്വോളം ദുരാത്മാവേ. നിർജരാദികളെല്ലാം ഗർജനം ചെയ്തിടുവോർ ദുർജന ശ്രേഷ്ഠ ഭവാൻ എന്നാലേ ഹതനായാൽ ഇത്തരമരുളി ചെയ്തുൽപ്പതിച്ചവൻ മെയ്മേൽ സത്വരം കരയേറി കഴുത്തിൽ പാദാംജം കൊണ്ടാക്രമിച്ചിട്ടു ശൂലം കൊണ്ടു കുത്തിയ നേരം നിഷ്ക്രമിച്ചിതു ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചവൻ. തൃക്കാൽ കൊണ്ടപ്പോളമൂർത്തിയിടിനാൾ ജഗന്മാതാ വർദ്ധിച്ചു നിഷ്ക്രാന്തനായി യുദ്ധം ചെയ്വതിനവൻ ഉദ്ധാനം ചെയ്തിടുവാൻ ആരംഭിച്ചതു നേരം ഖഡ്ഗത്താൽ വെട്ടിയറുത്തിയിടിനാൻ തലയപ്പോൾ വിഗ്രഹത്തോടു വേർവിട്ടവനും വീണിടിനാൾ. ത്രൈലോക്യ നിവാസികൾ നഷ്ടനാമ സുരേന്ദ്രമാലോക്യ ജയ ജയേ അത്യുച്ചത്തിൽ സ്തുതി ചെയ്താർ. ആഹവേ മഹാസുരൻ മഹിഷൻ മരിച്ചപ്പോൾ ഹാഹാകാരേണ മരിച്ചിടിനാരസുരരും. ദേവവൃന്ദവും മുനിവൃന്ദവും ഭക്തിയോടെ ദേവിയെ സ്തുതിക്കുകയും നൃത്തം ചെയ്തിടുകയും പാടുന്നു. ഗന്ധർവന്മാരാടുന്നു, ദിവ്യ സ്ത്രീകൾ തേടുന്നു സന്തോഷവും വിഭുതാദികളെല്ലാം. അധ്യായം 3 കഴിഞ്ഞു. നിങ്ങൾക്കിതിൽ അത്യാശയുണ്ടെന്നാകിലിനിയും ചൊല്ലാമല്ലോ.